വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്ധനെ സുഖപ്പെടുത്തിയത് അവന്റെ വചനമാണ്. മുടന്തനെ എഴുന്നേൽപ്പിച്ചതും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും അതേ വചനമാണ്. ലാസറിനെ ഉയർപ്പിച്ചതും നമ്മെ വഴി നടത്തുന്നതും ഒരേ വചനമാണ്. അതേ വചനത്തിന്റെ ആഘോഷമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനായി 3 പുതിയ ടീമുകൾ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. വളരെ ആവേശത്തോടെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് നിങ്ങൾ. ഏതാണ് നിങ്ങളുടെ ഇടവക? കൈതശ്ശേര ക്രിസ്തുജ്യോതി ഇടവക. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ദൈവവചനം കൂടുതലായിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവം? ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് അനുഗ്രഹം ലഭിച്ചവരുണ്ട്. തുടക്കം തന്നെ ഒരു സാക്ഷ്യം പോലെ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ച ആ സാക്ഷ്യം പറയാം. ഞങ്ങളുടെ കൂടെയുള്ള എനിക്ക് വചനം പഠിക്കാനോ വേദപാഠം പഠിക്കാനുള്ളൊരു അനുഭവമൊന്നും കുഞ്ഞിലേ ഉണ്ടായിരുന്നില്ല. ഇതേ ക്യാമ്പസിലാണ്, ഇതേ ഹോസ്റ്റലിൽ, ഇതേ സ്കൂളിലെ ഹോസ്റ്റലിലാണ് ഞാൻ വളർന്ന് പഠിക്കുകയൊക്കെ ചെയ്തത്. ഈ ഒരു ക്വിസ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ലീഡർ സൗമ്യ ബിജു എന്നോട് വന്ന് പറയുകയും ഞാൻ കരഞ്ഞുകൊണ്ട് എനിക്കൊന്നും ബൈബിളിനെ കുറിച്ച് ഒരു വാക്ക് പോലും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായുള്ളൊരു പഠിത്തവും എല്ലാം കമ്പൈൻ സ്റ്റഡിയും എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനും വചനം വായിക്കുമ്പോൾ ഒരു മടുപ്പില്ലാതെ നമുക്ക് ബൈബിളിനെ സമീപിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ LSSലെ ഒരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൽ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് കൊണ്ട് ഇപ്പോൾ പെനുവേൽ വന്നതിന് ശേഷം പഠിച്ച വചനങ്ങളൊക്കെ എനിക്ക് അതിൽ പ്രയോഗിച്ച് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കുടുംബത്തിലും കിട്ടുന്നുണ്ട്, എൻ്റെ ജോലി സംബന്ധമായിട്ടും കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ നന്ദി. വചനം പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ ഒരുപാട് കേട്ടു. നിങ്ങൾക്ക് മുൻപോട്ട് വരാം, ലോട്ട് എടുക്കാം, നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2ാമത്തെ ടേബിളാണ്. സന്തോഷമാണോ? പോയി. അടുത്ത ടീം റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഏതാണ് നിങ്ങളുടെ ഇടവക? ഹോളി ട്രിനിറ്റി ചർച്ച് യാക്കര. കഴിഞ്ഞ പ്രാവശ്യം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് ധൈര്യമായി. പിന്നെ ഈ ഒരു വചനം പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയത്തിന് നമുക്ക് കിട്ടുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ദൈവം തരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, എൻ്റെ ടീമംഗങ്ങളുടെ എല്ലാവരുടെയും അനുഭവമാണ്. കുടുംബത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ പറയാൻ തുടങ്ങിയിരുന്നു, പഠിച്ചോ, സമയം വേസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങി. ഓക്കെ, മുന്നോട്ട് വരാം. നമ്മൾ ലോട്ട് എടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1ാമത്തെ ടേബിളാണ്. സന്തോഷമാണോ? പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 2ാം ഘട്ടത്തിലെ
അവസാന ടീമിനെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. രണ്ടാം ഘട്ട മത്സരത്തിന്റെ അവസാന ടീം അംഗങ്ങളാണ് നിങ്ങൾ. എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാമോ? ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു വേദിയിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ തന്നെ സാധിച്ചത് ഷാലോം ടിവിയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അമ്മമാർ വീട്ടിലിരുന്ന് ബൈബിൾ പഠിക്കുമ്പോൾ കുടുംബത്തിന് അതൊരു പ്രകാശമുണ്ടാകുന്നു, ഇടവകയ്ക്ക് പ്രകാശമുണ്ടാകുന്നു, ലോകത്തിന് പ്രകാശം നൽകുന്നു. വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്ത് തോന്നുന്നു? ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദി എല്ലാവർക്കും തന്നെ, ഞങ്ങളുടെ ഇടവകയ്ക്കും എല്ലാവർക്കും വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനൊരു സന്തോഷം ഇനി വരാനില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻപോട്ട് വരാം, ലോട്ട് എടുക്കാം, നിങ്ങളുടെ ടേബിളിൽ ഇതെന്ന് തീരുമാനിക്കും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ടേബിളാണ്. പോയിക്കോ. അനുദിനം മികവുറ്റ പ്രകടനങ്ങൾക്ക് സാക്ഷിയാകുന്ന ഈ വേദിയിൽ ഇന്ന് നമ്മോട് കൂടെയുള്ളത് ടീം യാക്കര, ടീം കൈതച്ചിറ, ടീം മൈലമ്പുള്ളി. നമുക്ക് സ്വാഗതം ചെയ്യാം പുതുപുത്തൻ ചോദ്യങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്ന ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം അത് സ്വർഗമാണ്. ദൈവത്തിൻ്റെ മുഖദർശനം സ്വർഗത്തിൻ്റെ ദർശനമാണ്. ദൈവ വചനത്തിൻ്റെ അറിവും ധ്യാനവും സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയാണ്. നാം ആരംഭിക്കുകയാണ് പുതിയൊരു എപ്പിസോഡ് കൂടി. നമ്മുടെ കൂടെയുള്ളത് ടീം യാക്കര, കൈതച്ചിറ, ടീം മൈലമ്പുള്ളി. 3 ടീമുകൾക്കും അവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നവർക്കും ഹൃദ്യമായ സ്വാഗതം. ടീം യാക്കര, കഴിഞ്ഞ മത്സരത്തിൽ എത്രാം സ്ഥാനത്തായിരുന്നു നിങ്ങൾ? 2ാം സ്ഥാനം. 2ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 2ാം സ്ഥാനത്തിൻ്റെ കുറവ് പരിഹരിക്കാനായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പഠിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സുവിശേഷം നമ്മളിലൂടെ ലോകം മുഴുവൻ എത്തണമെങ്കിൽ ദൈവം നമ്മളെ അതിനായി ഒരുക്കും. ടീം കൈതച്ചിറ, കഴിഞ്ഞ മത്സരത്തിൽ എത്രാം സ്ഥാനത്തായിരുന്നു? 2ാം സ്ഥാനത്ത്. നിങ്ങളുടെ പോരായ്മകൾ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ചത്? കുറച്ചും കൂടി നന്നായി ഒരുങ്ങി പഠിച്ചു. കൊള്ളാം. ടീം മൈലമ്പുള്ളി, കഴിഞ്ഞ പ്രാവശ്യം എത്രാം സ്ഥാനത്തായിരുന്നു? 1ാം സ്ഥാനത്തായിരുന്നു. ഈ പ്രാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടോ? CCCയുടെ ഒക്കെ പഠനം എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ശ്രമിച്ചു പഠിച്ചിട്ടുണ്ട്. വചനം പഠിക്കുന്നത്ര സന്തോഷവും രസവും ഒക്കെ തോന്നിയോ? CCC പഠിക്കുമ്പോൾ CCC ലേശം ബുദ്ധിമുട്ട് പോലെ തോന്നി, എന്നാലും പഠിച്ചു പരമാവധി പഠിച്ചു അല്ലേ? കൊള്ളാം. CCCയുടെ പഠനം നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് അറിയാമോ? സഭ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ നിയമങ്ങൾ, കൃത്യമാണത്. വചനത്തെക്കുറിച്ചൊക്കെ സഭ എന്താണ് പഠിപ്പിക്കുന്നത്, സഭയുടേതാണല്ലോ വചനം, സഭയിലാണ് വചനം നൽകപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞാലേ വചനത്തെ നേരാവണ്ണം ഗ്രഹിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമുക്ക് ആരംഭിക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 5 റൗണ്ടുകളിലായിട്ടാണ് ഈ മത്സരം പൂർത്തിയാകുന്നത്. ഹെൽപ്പ് ഡെസ്ക്, നിങ്ങളുടെ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മത്സരത്തിൻ്റെ റൗണ്ടിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ ഇടപെടലുകൾക്കും നിങ്ങളുടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഗൗരവാവഹമായ പങ്കാളിത്തമുണ്ടായിരിക്കും. നിങ്ങൾ റെഡിയാണ്? ഈ റൗണ്ടിൻ്റെ പ്രത്യേകത 3 ടീമുകൾക്കും ഓരോ ചോദ്യത്തിനും പോയിന്റ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൊള്ളാവുന്ന ഒരു സ്റ്റോർ ഹൗസുമായി, ഒരു ശേഖരവുമായിട്ട് നിങ്ങൾക്ക് ഈ മത്സരം ആരംഭിക്കാൻ കഴിയും. ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ടീമിനോട് നേരിട്ട് ചോദ്യം ചോദിക്കും. അവരതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റു 2 ടീമുകൾക്കും തങ്ങളുടെ ഉത്തരം ലഭിച്ചിരിക്കുന്ന കടലാസിൽ എഴുതാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ചോദ്യം നൽകിയ ടീമിനോട് അതിൻ്റെ ഉത്തരം പറയാൻ പറയും. അവരുടെ ഉത്തരം ശരിയെങ്കിൽ പോയിന്റ് ലഭിക്കും. ഇനി അതേ തുടർന്ന് മറ്റ് 2 ടീമുകൾക്കും അവരെഴുതിയിരിക്കുന്ന ഉത്തരത്തിനനുസരിച്ച് പോയിന്റ് ലഭിക്കാനായി പോവുകയാണ്. നേരിട്ട് കിട്ടുന്ന ചോദ്യത്തിന് 30 പോയിന്റും നിങ്ങൾ എഴുതുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് 20 പോയിന്റുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ആരംഭിക്കുന്നത് ടീം യാക്കരയിൽ നിന്നാണ്. ടീം യാക്കര, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ ഒന്നിനും കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്?
അവസാനിക്കുകയാണ്. സോ ക്യാപിയർ പെൻ, ടീം യാക്കര, ഉത്തരം റെഡിയാണ് അല്ലേ? പറയൂ. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. അതാരാണത്? സാത്താൻ. സാത്താനാണ്. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിവുള്ളവനെ ഭയപ്പെടണം. മനുഷ്യനെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തെ കൊല്ലാൻ കഴിയും, ആത്മാവിനെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവിനെ എന്തെങ്കിലും ചെയ്യുന്നത് പാപമാണ്, അതിനെ പ്രചോദിപ്പിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് തിന്മയെ ഭയപ്പെടുവിനെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കൈതച്ചിറ, നിങ്ങളുടെ ഉത്തരം എന്താണ്? ശരീരത്തെയും ആത്മാവിനെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവി. ടീം മയിലുംപള്ളി, ഉത്തരം എന്താണ്? ആത്മാവിനെയും ശരീരത്തിനെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഡോക്ടർ റോസിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഉത്തരം ശരിയാണ്. ടീം മയിലുംപള്ളിക്കും ടീം കൈതച്ചിറയ്ക്കും ലഭിക്കുകയാണ് 20 പോയിന്റുകൾ വീതം. ടീം കൈതച്ചിറ നന്നായി പഠിച്ചിട്ടുണ്ടല്ലേ? ചോദിക്കട്ടെ. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അത് ചെയ്യുന്നവരോ ചെയ്യാത്തവരോ എനിക്ക് യോഗ്യരല്ല എന്ന് ഈശോ പറയുകയാണ്. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അതിൽ 2 എണ്ണം ഇങ്ങനെയാണ്: എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. രണ്ടാമത്തേത്, എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. മൂന്നാമത്തേത് എന്താണ്? കഴിഞ്ഞു അല്ലേ? എതിച്ചിറ, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് ഈശോ പറയുന്നത്. ടീം കൈതച്ചിറ, ഉത്തരം ശരിയാണ്. ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മയിലംപള്ളി, എന്താണ് നിങ്ങളുടെ ഉത്തരം? സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ടീം യാക്കര, എന്താണ് നിങ്ങളുടെ ഉത്തരം? തൻ്റെ കുരിശെടുത്ത് തന്നെ എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എല്ലാ ഉത്തരവും പറഞ്ഞാൽ അവസാനം ആര് ജയിക്കും? ടീം യാക്കര, ടീം മയിലംപള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. ടീം മയിലംപള്ളി റെഡിയാണ്. ചോദിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്തെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് ദൈവം എന്ത് അഭിലഷിക്കുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ സമയം തുടരുകയാണ്. അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അല്ലേ? നല്ല സ്നേഹമുള്ള ആളുകൾ അങ്ങനെയാണ്. നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, അവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. സമയം പൂർത്തിയായിരിക്കുന്നു. ക്യാപിയർ പെൻ, മയിലംപള്ളി, നിങ്ങൾക്ക് ഇനി ഉത്തരം പറയാം. നിങ്ങളുടെ വിശുദ്ധീകരണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ശരിയാണോ? ശരിയാ. ഉത്തരം ശരിയാണ്. ടീം മയിലംപള്ളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. എതിച്ചിറ, എന്താണ് നിങ്ങളുടെ ഉത്തരം? അസന്മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം വിശുദ്ധി എന്ന് വരിക. മാർക്ക് തരാൻ നിർവാഹമില്ല, കേട്ടപ്പോൾ എഴുതാൻ തോന്നിയതായിരിക്കും അല്ലേ? ടീം യാക്കര, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ 3 ടീമുകളും തമ്മിൽ പോയിന്റിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കാം. സ്കോർ ബോർഡ്. ടീം യാക്കര 70 പോയിന്റ്സ്, ടീം കൈതച്ചിറ 50 പോയിന്റ്സ്, ടീം മയിലംപള്ളി 70 പോയിന്റ്സ്. ബസർ റൗണ്ടിനോട് നിങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങളും വേണമെങ്കിൽ ഒരു ടീമിന് തന്നെ ധൈര്യമുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാവുന്ന വിധത്തിലാണ് ബസർ റൗണ്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്.
അറിവ് മാത്രം പോരാ, ശ്രദ്ധാപൂർവമായ ഇടപെടൽ ആവശ്യമുണ്ട്. ചോദ്യം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബസർ ചെയ്യാനുള്ള അവസരമുണ്ട്. ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിയാൽ അഥവാ നിങ്ങൾ പറയാതിരുന്നാൽ നിങ്ങൾക്കുള്ള പോയിന്റിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ആദ്യത്തെ ചോദ്യം: സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ. ടീം യാക്കര. ടീം യാക്കര, ശ്രദ്ധിക്കണം. ഉത്തരമേ പറയാവൂ, ഉത്തരം മാത്രമേ പറയാവൂ. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാവരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ, ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സദാസമയവും എല്ലാറ്റിലും തമ്മിലും സദാ നന്മ മാത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും സന്തോഷമായിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇത് പൗലോസിന്റെ ഉദ്ബോധനമാണ്. നിങ്ങൾ കേട്ടത്. ആ ചാപ്റ്റർ എനിക്ക് കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. ചോദ്യം ശ്രദ്ധിക്കാം. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും എന്ത് ചെയ്യുവിനെന്നാണ് വിശുദ്ധ പൗലോസ് എഴുതുന്നത് എന്നതായിരുന്നു ചോദ്യം. എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കൈതച്ചിറ. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ. ക്ഷമാപൂർവം പെരുമാറുവിൻ. ടീം കൈതച്ചിറ നേടിയിരിക്കുന്നു 20 പോയിന്റുകൾ. യാക്കര, നിങ്ങൾക്കത് മുഴുവൻ അറിയാമായിരുന്നു അല്ലേ? ഇവരെ പേടിച്ചിട്ടാണ് ആദ്യം ബസർ ചെയ്തത്. വിഷമായോ? ഉത്തരം പറഞ്ഞല്ലോ. ഉത്തരം പറഞ്ഞിരുന്നു. അതെ അതെ, ബൈബിൾ മുഴുവനും പറഞ്ഞാലും അതിനകത്ത് ഉത്തരം ഉണ്ടാവും. ഉത്തരം മാത്രമേ പറയാവൂ എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അല്ലേ? ഉത്തരം മാത്രമല്ല പറഞ്ഞത്, അതാണ് പറ്റിപ്പോയത്. ടീം യാക്കര 10 പോയിന്റ് തിരിച്ചു തരേണ്ടി വരും. ബസർ റൗണ്ടിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്ക് ഉറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും. മയിലുംപള്ളി, ശ്രദ്ധിക്കണം. ഉത്തരം പറയണം, ഉത്തരം മാത്രമേ പറയാം. ഉത്തരത്തിൽ കവിഞ്ഞതൊന്നും നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ശപിക്കപ്പെട്ടവനും ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനും ആകാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം പൂർത്തീകരിക്കട്ടെ. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്ക് ഉറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെയാണ് ഈ ഉറ്റവരായ സഹോദരങ്ങളെന്ന് പൗലോസ് വിളിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ടീം മൈലമ്പള്ളി, നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുക. പാസ് ചെയ്യപ്പെടുകയാണ് ടീം യാക്കര. ഇസ്രായേൽ മക്കളായ യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇസ്രായേൽ മക്കളായ യഹൂദരെ, യഹൂദ ക്രിസ്ത്യാനികളെ. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം ഇൻവോൾവ് ആണ്. യഹൂദ ക്രിസ്ത്യാനികളെ മാത്രമല്ല, നേരിട്ടല്ല. പകരം അതിൻ്റെ ശരിയായ ഉത്തരം യഹൂദരെ എന്ന് തന്നെയാണ്. പക്ഷേ ഈ പൗലോസ്ലീഹ സംസാരിക്കുന്ന ആ യഹൂദരുടെ കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നവരിൽ യഹൂദരല്ല, സത്യത്തിൽ അത് യഹൂദ ക്രൈസ്തവരാണ് അവിടെ ഉള്ളത്. ഉത്തരം അക്കാരണത്താൽ ശരി തന്നെയാണ്. ടീം യാക്കരയ്ക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മൈലമ്പള്ളി 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയാണ്. വിഷമമുണ്ടോ? ചോദ്യം: എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്ന് ഞാൻ വിളിക്കും, പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവൾ എന്നും. ടീം മൈലമ്പള്ളി, ചോദ്യം ആരംഭിക്കുന്നതിന് മുൻപേ നിങ്ങൾ ഉത്തരം പറ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങനെ ബസർ ചെയ്തതെല്ലാം ശരിയായിരുന്നു അല്ലേ? ഇത്തവണ നിങ്ങളുടെ ഉത്തരം പറയാം. ഹോസിയ വഴി അരുളി ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ ജനമില്ലാത്തവരെ എൻ്റെ ജനമെന്ന് വിളിക്കും, അതാണ് ഉത്തരം. പ്രിയപ്പെട്ടവളെന്നും വിളിക്കും. ചെയ്തിട്ടുള്ളതാണ് എന്നതാണ് ചോദ്യം പൂർത്തീകരിക്കും. എൻ്റെ ജനമല്ലാത്തവരെ ഞാൻ എൻ്റെ ജനമെന്ന് വിളിക്കും, പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവൾ എന്നും. ഇത് ഹോസിയ പ്രവാചകന്റെ പ്രവചനമാണ്. ഹോസിയായുടെ ഗ്രന്ഥത്തിൽ 2 അധ്യായങ്ങളിൽ നിന്നാണ് ഈ ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഹോസിയായുടെ ഈ 2 അധ്യായങ്ങൾ എന്നതായിരുന്നു ചോദ്യം. ടീം മൈലമ്പള്ളി, നിങ്ങൾക്ക് ഉത്തരം തെറ്റിയിരിക്കുകയാണ്. അത് പാസ് ചെയ്യപ്പെടുകയാണ് ടീം യാക്കരയിലേക്ക്.
അറിയില്ല. പാസ് ചെയ്യുകയാണ്. ടീം കൈതച്ചിറ. ആറാമതി ഓർമ്മയിൽ നിന്ന് വായിച്ചു. ഓർമ്മയിൽ നിങ്ങളിൽ ആർക്ക് പറയാം? നിങ്ങൾക്ക് പറയാൻ പറ്റും. പറഞ്ഞോളൂ, മാർക്കൊന്നുമില്ല, പറഞ്ഞോളൂ. ഹോസിയ 1:10. ഹോസിയ 1:10 അല്ല, ഹോസിയ 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നും 2 സ്ഥലങ്ങളിൽ നിന്നാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. ടീം മൈലമ്പള്ളി 10 പോയിന്റ് കൂടെ തിരിച്ചു തരേണ്ടതായിട്ട് വരും. ഇത്തവണ ശരിക്കും സങ്കടമായെന്ന് തോന്നുന്നു. 4-ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി? ടീം യാക്കര, ഉത്തരം ഉറപ്പുണ്ടോ? പറയൂ. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നതിനു വേണ്ടി. ഉത്തരം ശരിയാണ്. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ഉത്തരം. ടീം യാക്കരയ്ക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. 3 ടീമുകൾ ഏതൊക്കെ സ്ഥാനങ്ങൾ നിൽക്കുന്നുവെന്നറിയാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. നിങ്ങൾക്കുമുണ്ടെന്ന് കരുതുന്നു. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം യാക്കര 110 പോയിന്റ്സ്. ടീം കൈതച്ചിറ 70 പോയിന്റ്സ്. ടീം മൈലമ്പുള്ളി 50 പോയിന്റ്സ്. പേര് പോലെ തന്നെ ചോദ്യം ചോദിക്കുന്നില്ല, പകരം ചോദ്യം കാണുകയാണ്. ചിത്രത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നതാണ്. ചോദ്യം ലഭിക്കുന്ന ടീമിന് ആവശ്യമെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ ലഭിക്കാനിരിക്കുന്നത് 20 പോയിന്റ് മാത്രമായിരിക്കും. വ്യക്തമാണ്? ആരംഭിക്കാം. ടീം കെതിച്ചിറ, നിങ്ങൾ ചിത്രങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. എളുപ്പമുള്ള ചിത്രങ്ങളായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു. ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. മത്തായിയുടെ സുവിശേഷം 11:11 ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. ആരാണിത്? ടീം കൈതച്ചിറയെ ഈ ഉത്തരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. കാരണം കൈതച്ചിറയുടെ ഹെൽപ്പ് ഡെസ്ക് ആവശ്യപ്പെടാതെ ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായി ഞാൻ കണ്ടു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ ചാൻസ് നഷ്ടപ്പെടുകയാണ്. പറഞ്ഞയാൾക്ക് ഉത്തരം പറയാം. ഉത്തരം ശരിയാണ്. അല്പസമയം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ. അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? അതുവരെ നമ്മൾ നിശബ്ദരായി ഇരിക്കേണ്ടതാണ്. അറിയാതെ ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണല്ലേ. പക്ഷെ എനിക്ക് വരെ കേൾക്കാമായിരുന്നു. ഇവിടെ ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. സാരമില്ല, ഒരു പോയിന്റ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നീതിക്ക് വേണ്ടി, എല്ലാ ടീമുകൾക്കും തുല്യമായ നീതി ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. സാരമാക്കേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം ടീം മൈലമ്പള്ളിക്കുള്ളത്. ടീം മൈലമ്പള്ളി, പേടിയുണ്ടോ? ചെറിയതായിട്ട് പേടിയുണ്ട്. ചെറിയ പേടിയൊക്കെയാണ്, പക്ഷെ വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ? ആയിരിക്കും അല്ലേ? ചോദ്യം: 1 തെസ്സലോനിയ 4-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ഈ കാര്യം എന്താ? വിശുദ്ധരോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുന്നു. എന്താണ് നിങ്ങൾ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വചനഭാഗത്ത് വായിച്ചത്? അതങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു. ക്രിസ്തുവിന്റെ പുനരാഗമനം 2-ാം താങ്ങുന്നു. നിങ്ങൾ അവ്യക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തൽക്കാലം പോയിന്റ് തരാൻ നിർവാഹമില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ വ്യക്തതയുടെ കുറവ് കൊണ്ട് ഞാൻ പാസ് ചെയ്യുകയാണ്. ടീം യാക്കര, ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഭാഗികമായി മാത്രമാണ് അത് ശരിയായിരിക്കുന്നത്. അതേ നിയമം ഇവിടെയും പാലിച്ചുകൊണ്ട് ടീം കൈതച്ചിറയിലേക്ക് പോവുകയാണ്. അവശിഷ്ട ഭാഗം. നിങ്ങൾക്ക് ആർക്കാണ് ഇതിൻ്റെ ഉത്തരം ശരിയായി പറയാൻ കഴിയുന്നത്? മൈലമ്പള്ളി ശ്രമിക്കുകയാണല്ലേ? നമ്മുടെ കർത്താവ് ശംശുക, അതായത് ആജ്ഞാവചനം സ്വീകരിക്കുകയും പിന്നെ ദൈവത്തിൻ്റെ പ്രതിനിധി മുഴകുകയും കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. ശരിയാണ്. ആ വാക്ക് അതിനകത്ത് ആവശ്യമുണ്ട്. കാഹളധ്വനി കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരികയും കർത്താവിൽ മരണമടഞ്ഞവർ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ആ ചിത്രത്തിനകത്തൊരു വലിയ കാഹളത്തിൻ്റെ പടം ഒക്കെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരുന്നു. ഈ മൈലമ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പക്ഷേ
പോയിന്റ് ലഭിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാം പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. ടീം യാക്കര ചോദിക്കട്ടെ. ചോദ്യം: ഒരു കവചവും പടത്തൊപ്പിയുമാണ് ചിത്രത്തിൽ. 1 തെസലോനിയ 5:8 അനുസരിച്ച് ഈ കവചവും പടത്തൊപ്പിയും എന്താണ്? സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും. ഉത്തരം ശരിയാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും. ടീം യാക്കരയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളാണ് ഉത്തരം തരേണ്ടത്. ടീം കൈതച്ചിറയ്ക്കുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ്. നോക്കാം. 8 വർഷങ്ങൾക്ക് മുൻപ് മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു ബാലൻ പറഞ്ഞു, പാപ്പ, എനിക്ക് ക്രിസ്തുവിൻ്റെ പുരോഹിതനാകണം. ഇതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന മറുപടിയാണ് പാപ്പ നൽകിയത്. 2013 ലോക യുവജന സംഗമ വേദിയിലാണ് ഈ അതിമനോഹരവും വികാരനിർഭരവുമായ ഈ കാഴ്ച അരങ്ങേറിയത്. 8 വർഷത്തിന് ശേഷം ഈ ബാലൻ മറ്റോഗ്രാസയിലെ റോണ്ടനാപോളിസിലുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ വൈദിക പരിശീലനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ബ്രസീലിയൻ ബാലൻ്റെ പേരെന്താണ് എന്നാണ് ശാലോമിൽ നിങ്ങൾ വായിച്ചത്? നദാൻ ഡി ബ്രിട്ടോ. ഉത്തരം ശരിയാണ്. നാഥാൻ ഡി ബ്രിട്ടോ എന്നാണ്. ടീം കൈതച്ചിറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മൈലംപള്ളി, ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ. ചിത്രം 1984 സമാധാനത്തിലുള്ള നോബൽ സമ്മാന ജേതാവ്. 2005 ഗാന്ധി സമാധാന പുരസ്കാരം നേടി. ആഫ്രിക്കൻ വംശജനായ ആദ്യത്തെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ്. നെൽസൺ മണ്ടേലയോടൊപ്പം വർണ്ണവിവേചനത്തിനും ക്രൂരതകൾക്കുമെതിരെ അഹിംസാ മാർഗത്തിലൂടെ നടത്തിയ പോരാട്ടമാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 2021 ഡിസംബറിൽ കാലം ചെയ്ത ഈ ആർച്ച് ബിഷപ്പ് ആരാണ്? ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. ഉത്തരം ശരിയാണ്. അത് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു പിതാവാണ്. അഭിനന്ദനങ്ങൾ ടീം മൈലംപള്ളി. ടീം യാക്കര, ചിത്രം തിരിച്ചറിയാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? കിട്ടണമെന്നാണ്. ചിത്രം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ 2000-ഓളം പേർ രക്തസാക്ഷികളായതിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചിത്രത്തിൽ. 2021 മാർച്ചിൽ ഇതിനെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി വത്തിക്കാൻ അംഗീകരിച്ചു. ഏതാണ് മതമർദ്ദനത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ഈ തീർത്ഥാടന കേന്ദ്രം? ഏത് രാജ്യത്താണിത് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ദക്ഷിണ കൊറിയയിലെ ഹേമി. ഉത്തരം ശരിയാണ്. ദക്ഷിണ കൊറിയയിലെ ഹേമി അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ടീം യാക്കര, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ എന്താണ് പോയിന്റ് നില എന്ന് അന്വേഷിക്കണം. ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത് എന്നും നമുക്ക് നോക്കാം. സ്കോർ ബോർഡ്: ടീം യാക്കര 170 പോയിന്റ്സ്, ടീം കൈതച്ചിറ 100 പോയിന്റ്സ്, ടീം മൈലംപുള്ളി 80 പോയിന്റ്സ്. മത്സരത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ്? വിശുദ്ധഗ്രന്ഥത്തിൽ നിന്ന് ഞാനൊരു വചനഭാഗം നിങ്ങളോട് പറയും. നിങ്ങൾ നിങ്ങളുടെ സമയം ആരംഭിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വിശുദ്ധഗ്രന്ഥം തുറന്ന് ആ വചനഭാഗം എവിടെയാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതിൽ വിരൽ തൊടണം. എന്നിട്ട് അതിന് തൊട്ട് മുൻപുള്ള വചനവും ഞാൻ പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിച്ച് കേൾപ്പിക്കും. ഇത്രയും 30 സെക്കൻഡിനുള്ളിൽ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി ഇത് നിങ്ങൾക്കൊരു 20 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ക്വിസ് മാസ്റ്റർ ഒരു 10 പോയിന്റ് കൂടി സമ്മാനമായി തരികയും ചെയ്യും. അങ്ങനെ 40 പോയിന്റ് വരെയാണ് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ നേടാൻ കഴിയുന്നത്. ടീം മൈലംപള്ളി, നിങ്ങൾ വചനം പഠിക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്സ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: അവർ എൻ്റെ ജീവനെയും തേടുന്നു. അവർ എൻ്റെ ജീവനെയും തേടുന്നു.
കർത്താവെ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്, അവർ എൻ്റെ ജീവനെയും തേടുന്നു. ഉത്തരം ശരിയാണ് ടീം മയിലംപിള്ളി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തി, അത് വായിച്ചു. അടുത്ത ചോദ്യം ടീം യാക്കരയ്ക്കുള്ളതാണ്. യാക്കര റെഡിയാണ്? ചോദ്യം: അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനായി യത്നിക്കുകയും ചെയ്യുവിൻ. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യും. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരോന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. ടീം യാക്കര ശരിയാണത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരു 2-3 സെക്കൻഡ് മുൻപ് കൂടി വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു 10 പോയിന്റ് കൂടി കിട്ടിയാൽ. ടീം കൈതച്ചിറ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ബൈബിൾ നല്ല പരിചയമാണ് അല്ലേ? ചോദ്യം ഇതാണ്: എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് കൂടി സമയം കടന്നുപോയിരിക്കുക. ടീം കൈതച്ചിറ, ഇത് ഏത് ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഏത് അധ്യായത്തിലാണ്? 10-ാം അധ്യായം 11-ാം അധ്യായത്തിലാണ്. 11. നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ്. പോയിന്റുകളൊന്നും ലഭിക്കുന്നില്ല. ഈ റൗണ്ടിന്റെ രണ്ടാമത്തെ ഘട്ടം അത് പൂർണ്ണമായും ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ഇതൊരു ചോദ്യ ഉത്തരത്തെക്കാൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. മാതൃസംഘാംഗങ്ങൾ സംഘടിതമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാനും നിങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ നിധി കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാനുമുള്ള ഒരു റൗണ്ടാണിത്. ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കായി ഒരു വചനത്തെ ഭാഗങ്ങളായി തിരിച്ച് ഒളിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വാക്കുകളെടുത്ത് പരിശോധിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വചനമേതാണ് എന്ന് കണ്ടെത്തി നൽകപ്പെട്ടിരിക്കുന്ന ഈ ബോർഡിൽ അത് കൃത്യമായി ഡിസ്പ്ലേ ചെയ്ത് മൈക്ക് വാങ്ങി വായിച്ച് കേൾപ്പിക്കണം. ഇത്രയും 1 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർത്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റ് ആയിരിക്കും. ടീം മയിലംപിള്ളി, നിങ്ങൾ റെഡിയാണ്? വരൂ, ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. സെക്കൻഡ് കൂടി. നിങ്ങൾ വായിച്ചു തുടങ്ങാത്തത് കൊണ്ട്, നിങ്ങളങ്ങനെ കാത്തിരുന്നത് കൊണ്ട് നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുക. ടീം മയിലംപിള്ളി, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരവസരം കൂടെ എനിക്ക് തരാൻ പറ്റും. പക്ഷെ തരുന്ന അവസരം 10 സെക്കൻഡ് കൂടിയാണ്. ആ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാം. പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. തെറ്റിച്ചാൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ചലഞ്ച് ഏറ്റെടുക്കണോ വേണ്ടയോ? ഏറ്റെടുക്കുകയാണ്. 10 പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 10 പോയിന്റാണ് നഷ്ടമാകാനും പോകുന്നത്.
ഗെറ്റ് റെഡി. 1, 2, 3 സ്റ്റാർട്ട്. ആരെങ്കിലും നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ സ്വീകരിക്കാതെയോ ഇരുന്നാൽ നിങ്ങൾ ആ ഭവനം അഥവാ പട്ടണം സമയം കടന്നുപോയിരിക്കുന്നു. വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ സമയം കടന്നുപോയിരിക്കുന്നു. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സാരമില്ല. ടീം മൈലമ്പള്ളി, നിങ്ങളുടെ 10 പോയിന്റുകൾ തിരിച്ചെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. വചനം കാണാതെ അറിയാമെങ്കിൽ അറിയാം എങ്കിൽ പറയൂ, കേൾക്കട്ടെ. ആരെങ്കിലും നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ സ്വീകരിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം സ്വീകരിക്കാതെയോ ഇരുന്നാൽ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയും. അങ്ങനെയായിരുന്നു. മൊത്തം തെറ്റി. നമുക്ക് നമ്മുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. ചിമ്മയിലുമില്ലേ 10 പോയിന്റ് എനിക്ക് തിരിച്ചു തരാം. ടീം യാക്കര, നിങ്ങൾ റെഡിയാണ്? വരൂ. നിങ്ങൾ റെഡിയാണ്? ആരംഭിക്കാം അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. സെക്കൻഡ് കൂടി. സെക്കൻഡുകൾ കൂടി അവശേഷിക്കുന്നു. അവൻ ഇസ്രായേലിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: അനുസരണയില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. ശരി, നിങ്ങൾക്ക് 10 സെക്കൻഡ് തരാം. പൂർത്തീകരിച്ചാൽ 10 പോയിന്റ് ലഭിക്കും, തെറ്റിച്ചാൽ 10 പോയിന്റ് എടുക്കും. എന്തു വേണമെന്ന് മാത്രം പറയാം. എടുക്കുകയാണ്. സോ ഗെറ്റ് റെഡി. 1, 2, 3 സ്റ്റാർട്ട്. ഇസ്രായേലിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. ചെറിയൊരു വ്യത്യാസമുള്ളത് ഇസ്രായേലിനെ പറ്റിയാകട്ടെ എന്നാണ്. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല, കാരണം ഒരു ഗ്രാമറിൻ്റെ മാത്രം വിഷയമാണ്. ട്രാൻസ്ലേഷനിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ട് കൊണ്ട് വരും. ആശയം അത് പൂർണ്ണമാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 10 പോയിന്റുകൾ. അഭിനന്ദനം. സീറ്റിലേക്ക് പോകാം. ഹെദിച്ചറ, നിങ്ങൾക്കൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലേ? റെഡിയാണോ? റെഡിയാണ്. വരൂ. തയ്യാറാണ് അല്ലേ? നമുക്ക് ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. സഹോദരരെ, ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസം എല്ലാ കഷ്ടതകളിലും സങ്കടങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ടീം കൈതിച്ചിറ, എന്നെ നോക്കാം. സാരമായ മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്കൊരു 10 സെക്കൻഡ് തരണോ? മുൻ പറഞ്ഞതായിരിക്കും നിയമങ്ങൾ. വേണ്ട, നിങ്ങൾ കൈവിടുകയാണ്. അറിയില്ല. ആ വചനം ഇങ്ങനെയാണ്: ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരും. ശരി, നിങ്ങൾക്ക് ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. നിധി തേടുന്ന ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുകയും 5ാമത്തെ അവസാനത്തെ റൗണ്ടിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ
എന്താണ് പോയിന്റ് നിലയെന്നറിയാൻ നമുക്ക് ഏവർക്കും ആകാംക്ഷയുണ്ട്. സ്കോർ ബോർഡ് പ്ലീസ്. ടീം യാക്കര 210 പോയിന്റ്സ്. ടീം കൈതച്ചിറ 100 പോയിന്റ്സ്. ടീം മൈലമ്പുള്ളി 100 പോയിന്റ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടി വരികയാണ്. 3 ചോദ്യങ്ങൾ വരെയാണ് നിങ്ങൾക്ക് വാങ്ങാവുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തേടാവുന്നതാണ്. മൂന്നാമത്തേതിന് സഹായമൊന്നും ഉണ്ടായിരിക്കുകയില്ല. ചോദ്യങ്ങളെല്ലാം CCCയിൽ നിന്നാണ്. നമുക്ക് ആരംഭിക്കാം. ടീം യാക്കര, ഈ റൗണ്ടിൽ ചോദ്യം ആദ്യം കിട്ടരുതേ എന്ന് ആരും ആഗ്രഹിക്കും അല്ലേ? നമ്മൾ ടോസ് ചെയ്താണ് ആർക്കാണ് ആദ്യം പോകേണ്ടത്, നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ എവിടെയെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേറെ നിർവാഹമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി? നിലവിൽ ഫസ്റ്റാണ്, പക്ഷേ കാൽക്കുലേഷൻസ് പ്രകാരം എന്തു സംഭവിക്കാം? നിലവിൽ നിങ്ങൾക്ക് ഫസ്റ്റാണ്, പക്ഷേ ഈ റൗണ്ടിൽ എത്രമാത്രം പോയിന്റുകൾ വരെ കിട്ടാം? 120 വരെ പോയിന്റ്. 120 പോയിന്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വേണമെങ്കിൽ കാര്യങ്ങളെ തകിടം മറിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോയിന്റുകൾ നഷ്ടപ്പെടുകയും മറ്റൊരു ടീമിന് എല്ലാ പോയിന്റും കിട്ടുകയൊക്കെ ചെയ്താൽ കഥയാകെ മാറി മറിയും അല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് മുൻപത്തെ പല എപ്പിസോഡുകളിലും. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? ചോദ്യം എടുക്കാനാണോ തീരുമാനം? ചോദ്യം എടുക്കാനാണോ തീരുമാനിക്കുന്നത്? എടുക്കും. അത്യാവശ്യം സേഫായിരിക്കെ 30 പോയിന്റുകളൊക്കെ കൊടുക്കുന്നത് നല്ലൊരു ബുദ്ധിയാണോ? സേഫ് അല്ല. കാരണം ഞങ്ങളുടെ കാൽക്കുലേഷൻ വെച്ച് സേഫ് അല്ല. സേഫ് അല്ലാതിരിക്കെ വീണ്ടും 30 പോയിന്റ് എടുത്ത് നഷ്ടപ്പെടുന്നത് വിവേകമാണ്. ക്വിസാകുമ്പോൾ അതിൻ്റെതായ നിയമങ്ങൾ കളിക്കണ്ടേ? നോക്കാം അല്ലേ? ചോദ്യം: വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അപരിത്യാജ്യ ഘടകമാണ് അഥവാ പരിത്യജിക്കാനാവാത്ത ഘടകമാണ് പഴയ നിയമം. അതിലെ പുസ്തകങ്ങൾ ദൈവനിവേശിതങ്ങളുമാണ്, സനാതന മൂല്യമുള്ളവയുമാണ്. കാരണമെന്താ? പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ സനാതന മൂല്യമുള്ളവയാണ്, ദൈവനിവേശിതമാണ്, അതുകൊണ്ട് അപരിത്യാജ്യ ഘടകമാണ്. കാരണം അവ ദൈവനിവേശിതങ്ങളും അവയുടെ കർത്താവ് ദൈവവും. ടീം യാക്കര, നിങ്ങൾ ഈ ഉത്തരത്തിന്റെ സമീപത്തു കൂടിയൊന്നുമല്ല ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമം പരിത്യജിക്കപ്പെടേണ്ടതില്ലാത്തത് എന്നതാണ് ചോദ്യം. ഉത്തരം നിസ്സാരമാണ്. പഴയ ഉടമ്പടി റദ്ദ് ചെയ്തിട്ടില്ല അല്ലേ? പഴയ ഉടമ്പടി റദ്ദ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ പഴയ നിയമത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു. ഈശോ ഒരിക്കലും പഴയ നിയമത്തെ തള്ളിക്കളഞ്ഞില്ല. അവിടുന്ന് എന്താണ് പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ്. അതുകൊണ്ട് പഴയ നിയമത്തെ മാറ്റിക്കളഞ്ഞിട്ടില്ല. നിർഭാഗ്യവശാൽ 30 പോയിന്റ് താഴേക്ക് പോയിരിക്കുക. യാക്കരയുടെ സ്ഥിതി അല്പം അപകടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അടുത്ത ചോദ്യം എടുത്ത് ഒരു 80 പോയിന്റ് നേടാൻ ശ്രമിക്കുകയല്ലേ? ഇനിയല്ലാതെ നിവർത്തിയില്ല, വേറെ മാർഗമില്ല, ശ്രമിച്ചേ പറ്റൂ. എടുക്കും. യാക്കര, ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഏത് തരത്തിൽ അഥവാ ഏത് തരം പ്രാധാന്യത്താൽ സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാണ് CCC 82 നിങ്ങൾ പഠിച്ചത്. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഏത് തരത്തിൽ അഥവാ ഏത് തരം പ്രാധാന്യത്താൽ സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാണ് CCC 82 നിങ്ങൾ പഠിച്ചത്. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഏത് തരത്തിൽ അഥവാ ഏത് തരം പ്രാധാന്യത്താൽ സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. സമയം കടന്നുപോയി. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് എടുക്കാമായിരുന്നു. എന്താണ് അതിൻ്റെ ഉത്തരം? ഉത്തരം വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും സമാനമായ ഭക്തി ആദരങ്ങളോടെ സ്വീകരിക്കപ്പെടേണ്ടത്. വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യവും സമാനമായ ഭക്തിയോടെയും ആദരവോടെയും സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. അല്പം ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 40 പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. അടുത്തത് 50 പോയിന്റിന്റെ ചോദ്യമാണ്. എടുക്കണം? ഇല്ല.
ക്വിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യാണ്. അതെന്താ അങ്ങനെ ക്വിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്? ഇനിയിപ്പോൾ സാധ്യതകൾ തീരെയും കളയണ്ട, അല്പമെങ്കിലും നിലനിൽക്കട്ടെ അല്ലേ? നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. കൈതച്ചിറ, എന്താണ് നിങ്ങളുടെ സ്ഥിതി? ചെറിയൊരു പ്രതീക്ഷ. അതെന്താണ് ആ പ്രതീക്ഷയുടെ കാരണം? എന്താണ്? ഏകദേശം CCC നിങ്ങളുടെ പോയിന്റ് നില എന്താണ് ഇപ്പോൾ? പോയിന്റ് നില വളരെ കുറവാണ്, 100 ആണ്. നിങ്ങൾ എത്ര സ്ഥാനത്താണ് ഇപ്പോൾ? രണ്ടാം സ്ഥാനത്താണ്. തുല്യം മത്സരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലെ ഓരോ തീരുമാനവും നിർണായകമാണ്. തീർച്ചയായിട്ടും അല്ലേ? നഷ്ടപ്പെട്ടാൽ അത് പോയതാണ്, കിട്ടിയാൽ അത് കിട്ടിയതാണ്, വലിയ നേട്ടമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചോദ്യം എടുക്കാനാണോ പോണേ? എടുക്കാൻ പോവുകയാണ്. ആണ്. തരൂ. CCC ഒക്കെ നന്നായി പഠിച്ചായിരുന്നോ? അത്യാവശ്യം നന്നായിട്ട് CCC പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ? ചോദ്യം ഇതാണ്. തിരുസഭാ മാതാവ് എന്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും വിശുദ്ധവും കാനോനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നത് എന്നാണ് CCCയുടെ 105-ാം പാരഗ്രാഫിൽ പഠിച്ചത്. തിരുസഭാ മാതാവ് എന്തിലുറച്ചു നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും വിശുദ്ധമാണ്, കാനോനികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? എല്ലാ ഭാഗങ്ങളും അപ്പസ്തോലിക പ്രബോധനത്തിൽ ഉത്തരം ശരിയാണ്. അപ്പസ്തോലിക പ്രബോധനത്തിൽ, അപ്പസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സഭ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ പുസ്തകങ്ങളും വിശുദ്ധമാണ്, അവ ദൈവനിവേശിതമാണ്, കാനോനികമാണ് എന്ന് പറയുന്നത്. ആശങ്കയുണ്ടായിരുന്നു ഈ ഉത്തരത്തെക്കുറിച്ച്? ഒരു ടെൻഷൻ. നിങ്ങൾക്ക് കിട്ടുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കൈതച്ചിറ, എങ്ങനെയാണ് അപ്പോൾ? രണ്ടാമത്തെ ചോദ്യം എടുക്കുവാണ്? എടുക്കാൻ പോവാണ്. ആണ്. ഇതെങ്ങാനും പോയാൽ കിട്ടിയതിന്റെ കൂടെ 10 കൂടി പോവില്ലേ? ശ്രമിക്കും. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. അപ്പസ്തോലന്മാർ സ്വീകരിച്ച വിശുദ്ധ പാരമ്പര്യം അവർ തങ്ങളുടെ പിൻഗാമികൾക്ക് കൈമാറ്റം ചെയ്തു, അല്ലെ? അത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയായി. 1, അത് വിശ്വസ്തതാപൂർവം സംരക്ഷിക്കപ്പെടുന്നതിനാണ്. 2, അത് വിശദീകരിക്കുന്നതിനാണ് കൈമാറ്റം ചെയ്തത്. മൂന്നാമത്തേത് എന്തിനു വേണ്ടി? 1, അത് വിശ്വസ്തതാപൂർവം സംരക്ഷിക്കുന്നത്, അവർ സ്വീകരിച്ച പാരമ്പര്യം സംരക്ഷിക്കപ്പെടുന്നത്. 2, അത് വിശദീകരിക്കുന്നത്. 3, ഹെൽപ്പ് ഡെസ്ക്. ഉത്തരം പറയാം. പ്രചരിപ്പിക്കപ്പെടുന്നതിന്. ഉത്തരം ശരിയാണ്. പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിച്ചു അല്ലേ? നിങ്ങളുടെ ഉത്തരം ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്തോടെ ആയതുകൊണ്ട് തന്ന 40 പോയിന്റുകൾ ഭദ്രമായി നിങ്ങളെ തിരിച്ചേൽപ്പിക്കുകയാണ്. തൽക്കാലം അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 50 പോയിന്റ് തന്ന് 100 പോയിന്റിന് വേണ്ടി ശ്രമിക്കാൻ പോവുകയാണോ? അതോ നിങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ്? 50 പോയിന്റ് പോയാലും സാരമില്ല, 100 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ നിർണായക സമയത്ത് 50 പോയിന്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ബുദ്ധിയായിരുന്നു? തരാതിരുന്നിട്ടും വലിയ കാര്യമൊന്നും തോന്നിയില്ല. നമുക്ക് നോക്കാം ഇത് ശരിയായൊരു തീരുമാനമായിരുന്നോ എന്ന് അടുത്ത ചോദ്യം തെളിയിക്കും. ചോദ്യം ഇതാണ്, എളുപ്പമുള്ളൊരു ചോദ്യം. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഈശോയുടെ ഏത് വാഗ്ദാനമാണ് സഭയിൽ സന്നിഹിതമാക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്നത് എന്നാണ് CCC 80-ാം പാരഗ്രാഫ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഈശോയുടെ ഒരു വാഗ്ദാനത്തെ സഭയിൽ യാഥാർത്ഥ്യമാക്കുന്നു. ഏത് വാഗ്ദാനത്തെ? പരിശുദ്ധാത്മ നിവേശനത്താൽ. ഉത്തരം തെറ്റിപ്പോയിരിക്കും. ഈശോയുടെ ഒരു വാഗ്ദാനമാണ്, അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു. എങ്ങനെ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സഭയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അത് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ പാരമ്പര്യവും
വിശുദ്ധ ഗ്രന്ഥവും സഭയ്ക്ക് നൽകിക്കൊണ്ട് ഈശോയുടെ സാന്നിധ്യം നിലനിർത്തുകയാണ്. പഠിച്ചായിരുന്നു അത്? പഠിച്ചായിരുന്നു അല്ലേ? പെട്ടെന്ന് ഓർക്കാൻ പറ്റിയില്ല. ബുദ്ധിമുട്ടാണ് ചിലപ്പം CCC ഒക്കെ ആയതുകൊണ്ട് അല്ലേ? സാരമില്ല. എന്നാലും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം. നിങ്ങളുടെ സ്ഥിതി ഇപ്പോൾ എന്താണ്? ഈ പോയിന്റുകൾ നഷ്ടപ്പെടുമ്പോൾ പറയാറായിട്ടില്ല അല്ലേ? പറയാറായിട്ടില്ല. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ടീം മൈലംപുള്ളിക്കാണ്. നിർണായകമായ സംഘർഷഭരിതമായ നിമിഷങ്ങളിൽ നിങ്ങളുടെ ടീം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കിവിടെ നിന്ന് കാണാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി? ശ്രമിക്കാമെന്നാണ് പറയാനുള്ളത്. ശ്രദ്ധാപൂർവം വേണം തീരുമാനമെടുക്കാൻ അല്ലേ? നഷ്ടപ്പെടാനും കിട്ടാനുമുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഇത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു എടുത്തുചാട്ടമാണ്. കൈൻഡ് ഓഫ് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് അല്ലേ? അന്ധകാരത്തിലേക്കുള്ള എടുത്തുചാട്ടമാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? എടുക്കാൻ പോവുകയാണ്. ശരി, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലേ? ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ നിശ്വാസനത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട ദൈവത്തിന്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം. ടീം മൈലംപുള്ളിക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മൈലംപുള്ളി, ഇപ്പോഴെന്താണ് നിങ്ങളുടെ സ്ഥിതി? നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളിയുമായുള്ള പോയിന്റിന്റെ വ്യത്യാസം എന്താണെന്ന് വല്ല ധാരണയുമുണ്ടോ? പക്ഷേ ഉണ്ട്. ആ ധാരണയാണ് നിങ്ങളുടെ തീരുമാനങ്ങളുടെ അടിത്തറ. ആലോചിച്ച് തീരുമാനിക്കും. അടുത്ത ചോദ്യത്തിന്റെ വില 40 പോയിന്റാണ്. നഷ്ടപ്പെട്ടാൽ പോകാൻ പോകുന്നത് 40 പോയിന്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഭയപ്പെടേണ്ട സ്ഥിതിയുണ്ടോ? എടുക്കണോ? എങ്ങനെയാണ്? ചോദ്യം എടുക്കാം. തൊട്ടു മുൻപത്തെ ചോദ്യത്തിൻ്റെ കൃത്യത നൽകിയ ആത്മവിശ്വാസമാണ് അടുത്ത ചോദ്യം എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചോദ്യം ഇതാണ്: ദൈവം വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്കായി തിരഞ്ഞെടുത്ത മനുഷ്യരെ ഏതുവിധത്തിലാണ് ഉപകരണങ്ങളായി വിനിയോഗിച്ചത്? അഥവാ അവരുടെ എന്തെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം അവരെ ഉപകരണങ്ങളായി വിനിയോഗിച്ചത്? ദൈവം വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്കായി ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു. അവരുടെ കഴിവുകളോടും ഉത്തരം മാത്രം പറ, വേറെ ഒന്നും കൂട്ടാൻ. 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട വചനം. അവരുടെ സമയം കടന്നുപോയിരിക്കുകയാണ്. നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തന്ന 40 പോയിന്റുകൾ ക്വിസ് മാസ്റ്ററുടേതായി മാറിയിരിക്കുകയാണ്. അവരുടെ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. ദൈവം വിശുദ്ധ ഗ്രന്ഥകർത്താക്കളെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ യാന്ത്രികമായ ഒരു ഉപകരണമാക്കുകയല്ല ചെയ്തത്. അഥവാ ദൈവം ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നില്ല. ദൈവീക സന്ദേശമാണ് ദൈവം അവർക്ക് നൽകിയത്. അവരുടെ അറിവ് ഉപയോഗിച്ചു, അവരുടെ കഴിവ് ഉപയോഗിച്ചു, അവരുടെ മാനുഷിക ശക്തികൾ ഉപയോഗിച്ചു. അങ്ങനെയാണ് വചനം രേഖപ്പെടുത്തപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ദൈവനിവേശിതത്വത്തിൻ്റെ ഇൻസ്പിറേഷൻ്റെ അടിസ്ഥാന പ്രമാണമാണത്. ഒരുപക്ഷെ മറ്റു ചില മതങ്ങളൊക്കെ കരുതുന്നത് പോലെ ദൈവം അത് എഴുതിയിട്ട് മനുഷ്യന് അയച്ചു കൊടുത്തതുപോലെ അല്ലത്. ദൈവം മനുഷ്യരെ വിശ്വസിച്ചു, മനുഷ്യൻ്റെ കഴിവുകളെ ഉൾച്ചേർത്തു. എന്നിട്ട് ദൈവീക സന്ദേശം മനുഷ്യൻ്റെ ഭാഷയിൽ അവൻ്റെ കഴിവുകളെ വിലയ്ക്കുള്ളതായി എടുത്ത്, കാരണം ദൈവമാണത് കൊടുത്തത്, അങ്ങനെയാണത് രേഖപ്പെടുത്തിയത്. നിർഭാഗ്യവശാൽ ടീം മൈലംപുള്ളി 40 പോയിന്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ മുൻപിലുള്ളത്? 50 പോയിന്റുകൾ കൊടുക്കാൻ പോവുകയാണ്. കൊടുത്താലത് നിങ്ങളെ രക്ഷപ്പെടുത്തുമോ? കൊടുക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക മെച്ചമുണ്ട്? ക്വിറ്റ് ചെയ്യുകയാണ് എന്ന നിങ്ങളുടെ തീരുമാനം ഉചിതമായിരുന്നോ എന്ന് ഫലപ്രഖ്യാപനം തെളിയിക്കട്ടെ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്.
നമുക്ക് അന്വേഷിക്കാം ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് വിജയികൾ. സ്കോർ ബോർഡിലേക്ക് 80 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം കൈതച്ചിറ. 90 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം മൈലമ്പുള്ളി. 140 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം യാക്കര. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മൈലമ്പുള്ളിയോടാണ്. ടീം മൈലമ്പുള്ളി, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ അച്ഛാ കാര്യം പറഞ്ഞ ഈ ചോദിച്ച ചോദ്യമൊക്കെല്ലാം അറിയായിരുന്നു. കണ്ണിൻ്റെ കുഴപ്പം കൊണ്ട് ആ ചിത്രം മനസ്സിലായില്ല. എല്ലാ ചിത്രങ്ങളും എനിക്കറിയായിരുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ 2-ാം സ്ഥാനം വല്ലാതെ ഭയപ്പെട്ടാണോ ഈ റൗണ്ടിൽ നിന്നത്? ഭയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്കത് കാണിച്ചതെല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. അറിയാമായിരുന്നു എന്നിട്ട് ഇത്തരം മാർക്ക് കുറഞ്ഞു പോയല്ലോ. അറിയാമായിരുന്ന ഉത്തരങ്ങൾ അവസാന സമയത്ത് പുറത്താക്കപ്പെടുമെന്നാണ് വിചാരിച്ചത് അല്ലേ? അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഓടുന്ന എല്ലാവരും ജയിക്കുന്നില്ലല്ലോ, നിങ്ങൾ എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ആ ഒരു ആത്മധൈര്യത്തിലാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, പങ്കെടുത്താൽ മതിയെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവസാനത്തെ റൗണ്ട് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അവസാനത്തെ റൗണ്ടിന് നിൽക്കണ്ടായിരുന്നു. അതെന്താ അങ്ങനെ തോന്നിയത്? കാരണം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 മാർക്കിന്റെ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയും ആർത്തി കാണിക്കേണ്ടായിരുന്നു. ടീം കൈതച്ചിറ, നേരിയ വ്യത്യാസത്തിലാണ് നിങ്ങൾ മെല്ലെ ഒന്ന് താഴേക്ക് പോയത്. അതിന്റെ കാരണം എന്തായിരുന്നു? അവസാനത്തെ ചോദ്യം എടുക്കേണ്ടിയിരുന്നില്ല. വല്ലാത്ത റിസ്ക് എടുക്കലായി പോയല്ലേ അത്. അതെടുക്കാതിരുന്നിരുന്നെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടിൽ ഉണ്ടായേനെ. ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ നന്നായി ഉത്തരം പറഞ്ഞിരുന്നു അല്ലേ? കിട്ടിയ പോയിന്റാണ് നഷ്ടപ്പെട്ടത്, കിട്ടാതിരുന്നതല്ല. ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. സ്നേഹത്തോടെ അഭിനന്ദനങ്ങളോടെ നിങ്ങളെ ഈ മത്സരത്തിൽ നിന്ന് യാത്രയാക്കുകയാണ്. ടീം കൈതച്ചിറ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. ടീം യാക്കരയെയും ടീം മൈലമ്പിള്ളിയെയും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് മാത്രമല്ല ഈ ഘട്ടം തന്നെയും ഇവിടെ പൂർത്തിയാവുകയാണ്. നാം വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു ഘട്ടത്തിൽ പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ സംരക്ഷണം അനുഭവിക്കുക. ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.